Coming to CSIR, JRF, NET exam applicants, general paper, general aptitude paper, this is a 12th class, 12th session, lesson 5. In this session, we discuss sets and indices. GA12 general aptitude paper for CSIR, JRF, NET exams for 5 streams. Lesson 5, sets and indices. അപ്പോൾ സേഡ്സ് എന്താണെന്ന് പഠിക്കുന്നില്ല, സേഡ് എന്താണെന്ന് പഠിക്കുന്നത് നമ്മൾ ഈ നമ്പേഴ്സിനെ കുറിച്ച് ഒരു നോളജ് വേണം. അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, അതൊന്ന് ആവർത്തിക്കുകയാണ്. അപ്പോൾ നമ്പർ നമ്മൾ പ്രധാനമായിട്ടും റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ എന്ന് പറയാറുണ്ട്. ഈ ഇറാഷണൽ നമ്പറിൻ്റെ കാറ്റഗറി വരുന്നതാണ് സേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സേഡിലേക്ക് കിടക്കാം. റാഷണൽ നമ്പർ, a number of the form p by q where p may be positive or negative or zero, ഏത് വേണമെങ്കിലും ആൻഡ് q taken as positive integer, q എപ്പോഴും പോസിറ്റീവ് എടുക്കണം. ആർ ഇൻഡിജേഴ്സ് പ്രൈം ടു ഈച്ച് അതർ, നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് ഫാക്ടർ കാണത്തില്ല. ആൻഡ് q നോട്ട് ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ റാഷണൽ നമ്പർ ഓർ എ കമൻസുറബിൾ ക്വാണ്ടിറ്റി. ഇപ്പോൾ p by q നമ്മൾ കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ പിയുടെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവോ പിന്നെ 0 ആകാം, ക്യൂവിൻ്റെ വാല്യൂ 0 ആകാൻ പാടില്ല. ഇപ്പോൾ പി ബൈ ക്യൂ എടുത്താൽ നമുക്കതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടണം, കൃത്യമായിട്ടൊരു ആൻസർ കിട്ടണം. ഇപ്പോൾ 11/2, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്. അതായത് ഇത് രണ്ടും കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഇല്ല. അപ്പോൾ അത് ഭാഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5.5 എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടിയാൽ ഈ പി ബൈ ക്യൂ എന്ന് ഫോമിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. റേഷ്യോ എടുത്താൽ പിയും ക്യൂ നമ്മൾ റേഷ്യോ എടുത്താൽ കൃത്യമായ ഉത്തരം കിട്ടണം. അവയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് ആർ ദി നമ്പേഴ്സ് വിച്ച് ക്യാൻ എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വെയർ പി ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റിജർ ഓർ 0 ആൻഡ് ക്യൂ ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റിജർ ബട്ട് നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പി ബൈ ക്യൂവിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുകയാണെങ്കിൽ അത്തരം സംഖ്യകളെ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈച്ച് ഓഫ് ദി നമ്പർ 7 എന്ന് പറഞ്ഞ റാഷണൽ നമ്പറാണ്. 0.73 റാഷണലാണ്. √25 കൃത്യമായ ഉത്തരവുണ്ട്. റാഷണൽ നമ്പറാണ്. ഈസ് എ റാഷണൽ നമ്പർ. എവിഡൻലി ദി നമ്പർ 0 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. ഇനി ഇറാഷണൽ നമ്പർ, എ നമ്പർ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം പി ബൈ ക്യൂ where p and q are integers and q not equal to 0 is called an irrational number or incommensurable quantity. ഇപ്പോൾ പി ബൈ ക്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യൂ 0 ആകരുത്, പി ബൈ ക്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പി പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ആകാം. പി ബൈ ക്യൂ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ നീണ്ടു പോകും. ഇപ്പോൾ പൈയുടെ വാല്യൂ 22/7, അത് നമ്മൾ ഭാഗിച്ചു കഴിഞ്ഞാൽ 3.14 അങ്ങനെ അങ്ങ് നീണ്ടു പോകും, കൃത്യമായ ഉത്തരമില്ല. അങ്ങനെ വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ എന്ന് പറയും. അപ്പോൾ ഇനിയാണ് നമ്മൾ സെഡിലേക്ക് വരുന്നത്. അതിന് മുമ്പ്, ഇറാഷണൽ നമ്പേഴ്സ് ആർ ദി നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഇറാഷണൽ നമ്പേഴ്സ് ഹാവ് infinite number of decimals of non-recurring nature. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡെസിമലാണ് അതിന് വരുന്നത്. റിക്കറിങ് നേച്ചർ കാണത്തില്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡെസിമൽ വരുന്ന നമ്പേഴ്സിനെ, ഈ പി ബൈ ക്യൂ ഫോമിലുള്ള നമ്പേഴ്സിനെ വിളിക്കാൻ ഇറാഷണൽ നമ്പർ. ലൈക്ക് പൈ ഇറാഷണലാണ്. √2, √5. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ റൂട്ടില്ലല്ലോ, അങ്ങനെ പോകും. അപ്പോൾ ഇറാഷണൽ നമ്പറാണ്. ഫോർ എക്സാമ്പിൾ, ഈച്ച് ഓഫ് ദി നമ്പർ √7, √3 എക്സെട്ര ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഇവയെല്ലാം ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ സേഡ് എന്ന് പറയുന്നത്. സേഡ്, ഡെഫിനേഷൻ ഓഫ് സേഡ്. അപ്പോൾ ഈ നമ്പർ അറിഞ്ഞാൽ മതി. ഇത് പരീക്ഷയ്ക്ക് പ്രത്യേകം ക്വസ്റ്റ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്. സേഡ്, ദ റൂട്ട് ഓഫ് എ പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സേഡ് ഇഫ് ഇറ്റ്സ് വാല്യൂ കനോട്ട് ബി എക്സാക്ട്ലി ഡിറ്റർമിൻഡ്. കൃത്യമായിട്ട് റൂട്ട് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ആ സേഡ്. റൂട്ട് ഓഫ് എ പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റിയാണ്.
ഒരു പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റിയുടെ റൂട്ടാണ് സേർഡ്. കൃത്യമായിട്ട് റൂട്ടില്ല. റൂട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഡെസിമൽ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റാതെ വരും. അതിനാണ് സേർഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ. എ റൂട്ട് ഓഫ് എ പോസിറ്റീവ് റിയൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എ സേർഡ് ഇഫ് ഇറ്റ്സ് വാല്യൂ കനോട്ട് ബി എക്സാക്ട്ലി ഡിറ്റർമിനൻറ്റ്. എക്സാക്റ്റ് കണ്ടുപിടിക്കില്ല. ഇപ്പോൾ റൂട്ട് ത്രീ എന്ന് വെച്ചാൽ സേർഡാണ്. അതിങ്ങനെ പോകും 1.732 അങ്ങനെ അങ്ങോട്ട് പോകും. 732.1 ആ രീതിയിൽ നീണ്ടു പോകും. കൃത്യമായിട്ട് വാല്യൂ എക്സ്പ്രസ് ചെയ്യാൻ പ്രയാസമുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് സേർഡ്. സേർഡ്സ് ആർ ദ ഇറാഷണൽ നമ്പേഴ്സ് വിച്ച് ആർ റൂട്ട്സ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട്സ് കനോട്ട് ബി ഡിറ്റർമിനൻറ്റ്. സേർഡ്സ് ഹാവ് ഇൻഫിനിറ്റ് നോൺ റിക്കറിങ് ഡെസിമൽ. ആവർത്തിക്കാത്ത രീതിയിൽ. ഇപ്പോൾ 333 എന്നല്ല പോണത്, ഡിജിറ്റ് മാറും. അപ്പോൾ ഇൻഫിനിറ്റ് നോൺ റിക്കറിങ് ഡെസിമൽസ്. എക്സാമ്പിൾസ് ആർ root 2, root 5, cube root of 17, which are square roots or cube roots or nth root of any positive integer. അവയെല്ലാം സേർഡുകളാണ്. ഫോർ എക്സാമ്പിൾ, ഈച്ച് ഓഫ് ദി ക്വാണ്ടിറ്റീസ് √3, cube root of 3, fourth root of 19, etc. ഈസ് എ സേർഡ്. അപ്പോൾ സേർഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇൻഡെക്സും ഇൻഡീസസും സേർഡും ഒരുമിച്ച് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സേർഡ്സ് ആൻഡ് ഇൻഡീസസ് ജനറൽ ക്വസ്റ്റ്യൻസ്. 1. 17^3.5 into 17^(?) വാട്ട് ഈസ് ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? അതാണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് അത് വേണേൽ നോട്ട് ചെയ്തപ്പോൾ എഴുതി ചേർക്കാം. 17^3.5 into 17^(?) is equal to 17^8. വാട്ട് ഈസ് കമ്മിങ് ഇൻ ദ പൊസിഷൻ ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ആ പവർ കണ്ടുപിടിക്കാനാണ്. A 2.29, B 2.75, C 4.25, D 4.5. ചോദ്യം മനസ്സിലായല്ലോ. ആ മുകളിലുള്ള എക്സ്പ്രഷനിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള വില കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആലോചിച്ചാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാകും. നോക്ക്, ആൻസർ ഇവിടെ പറഞ്ഞ ആൻസർ ഡി ആണ്. ആൻസർ ഡി 4.5 ആണ്. അത് വളരെ സിമ്പിളാണ്, എനിക്ക് മനസ്സിലാകും. നോക്കൂ, let 17^3.5 into 17^x is equal to 17^8. A raised to m into a raised to m plus n. Then 17^3.5 plus x is equal to 17^8. Equating powers, equating indices. 3.5 plus x is equal to 8. X is equal to 8 minus 3.5, 4.5 is the answer. So in this question, D is the answer. D is 4.5. Next question. If a by b raised to x minus 1 is equal to b by a raised to x minus 3, then the value of x is. If a by b raised to x minus 1 equal to b by a raised to x minus 3, then the value of x is 1/2, 1, 2, 7/2. Read the question once again. If a by b raised to x minus 1 equal to b by a raised to x minus 3, then the value of x is 1/2, 1, 2, 7/2. It is also not easy question, not difficult. And the idea is, a by b is equal to b by a whole raised to minus 1. That idea you remember. A by b is equal to b by a raised to minus 1. In that manner you think. What is the answer here? The answer is C, 2. Answer is 2. You look, how will you obtain that answer? You look here. Explanation. Given a by b raised to x minus 1 is equal to b by a raised to x minus 3. That is a by b raised to x minus 1. That is put as such. And the next one is, in the next one we take the reciprocal. So a minus sign will come in the power. A by b raised to x minus 3. Minus x minus 3. That minus sign is taken inside the bracket. So we get a by b raised to 3 minus x. So first term is a by b raised to x minus 1. The last term is a by b raised to 3 minus x. We can equate the powers.
x minus 1 equal to 3 minus x. That is 2x is equal to minus x is taken to left. 2x is equal to minus 1 is taken to right. 3 plus 1, 4. 2x is equal to 4. X is equal to 4 by 2 is equal to 2 is the answer. Answer B. Answer C. Answer is C. Next question. Given 10 raised to 0.48 is equal to x, 10 raised to 0.70 is y, and x square is y square, then the value of x raised to z is y square. X raised to z is y square, then the value of z is close to. ഇവിടെ കൃത്യമായ ഉത്തരമല്ല, നിയർ ആൻസർ പറഞ്ഞാൽ മതി, അപ്രോക്സിമേറ്റ് ആൻസർ പറഞ്ഞാൽ മതി. കണ്ടീഷൻ അതാണ്. 10 raised to 0.8 എക്സ് ആണ്, 10 raised to 0.70 വൈ ആണ്, പിന്നെ എക്സ് raised to ഇസഡ് വൈ സ്ക്വയർ ആണ്. ഇതിൽ ഇസഡ് എത്രയാണ്? 1.5, 1.88, 2.9, 3.7. അപ്പം അതെങ്ങനെ ചെയ്യും? നമ്മൾ ആ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഒന്ന് കൊടുത്തു നോക്കിയാൽ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ സി ആണ്. ആൻസർ 2.9 കൊടുത്തിരിക്കുന്നത്. 2.9 എങ്ങനെയാണെന്ന് നോക്കിയേ. എക്സ് റേസ് ടു ഇസഡ് ഈസ് വൈ സ്ക്വയർ. എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ 10 raised to 0.48 ആണല്ലോ. ഹോൾ റേസ് ടു ഇസഡ്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു ഹോൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ. സോ 0.48 ഇസഡ് ഇൻ ദ പവർ. വൈ സ്ക്വയർ, വൈയുടെ വാല്യൂ എന്താണ്? 10 raised to 0.7 സ്ക്വയർ. So into 2, 10 raised to 2 into 0.7, that is 10 raised to 1.40. So what we get? 10 raised to 0.48 z is equal to 10 raised to 1.40. We can equity by weights. 0.48 is z is 1.40. Z is 1.40 by 0.48, 140 by 48. And here we can cancel by 4, 35 in the numerator and 12 in the denominator. 35 3 times എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 എന്ന് കിട്ടണം. 36 ആയിരുന്നെങ്കിൽ 3 എന്ന് എഴുതാം. ഈ 36നേക്കാൾ 1 കുറവാണല്ലോ, അപ്പോൾ അല്പം കുറയും. അപ്പോൾ 2.9 അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അതാണ് നമ്മുടെ മുകളിൽ ഉത്തരമായിട്ട് വിചാരിച്ചത്. 2.9 C. അതായത് ഇവിടെ ഈ 35/12 എന്ന് പറഞ്ഞാൽ 30 നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയാണ്, ന്യൂമറിക്കൽ എബിലിറ്റിയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം അതെങ്ങനെ ഭാഗ്യം നോക്കിയാൽ 35 പകരം 36 ആണ് മുകളിലെങ്കിൽ എവിഡൻ്റ്ലി 3 ആണ് ഉത്തരം. എക്സാക്ട്. ഇവിടെ 36 അല്ല, 35 ആണ്. അപ്പോൾ 3യേക്കാൾ ചെറിയൊരു ആൻസറാണ് വരേണ്ടത്. 3യേക്കാൾ ചെറിയ ആൻസർ. വളരെ ചെറുതല്ല, വളരെ കുറവാണ്, കുറച്ച് മാത്രം ചെറുതായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഉത്തരം 2.9 മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 5 raised to a equal to 3125, 3125, then the value of 5 raised to a minus 3 is 25, 125, 625, 1625. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 5 raised to a is 3125, then the value of 5 raised to a minus 3 is. അപ്പോൾ ഇവിടെ നമ്മൾ ആ 5 raised to a ഒന്ന് ഒരു 5ൻ്റെ പവറായിട്ട് ഈ 3125നെ 5ൻ്റെ പവറായിട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ നമുക്ക് എ ആണ് കിട്ടണം. ആൻസർ എ എന്ന് പറഞ്ഞാൽ ഇവിടെ 25 ആണ് കിട്ടണം ഉത്തരം. അപ്പോൾ 25 കിട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫൈവ് റേസ് ടു എ ഈസ് 3125. 3125 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാമോ? 5 raised to 5 ആണ്. 5 square 25, 5 cubed 625, 5 raised to 4, 5 cubed 625, 5 raised to 4, 5 raised to 5. Five cubed is 125, then 625, 25 to 25, 625, 5 raised to 4, 5 raised to 5 is 3125. So 5 raised to a is 5 raised to 5, equity power, a is 5.
So our question is find 5 raised to a minus 3. 5 raised to a minus 3. That is a is 5. 5 raised to 5 minus 3. That is 5 squared, 25. 25 is the answer. You look, 25. A is the answer. Next is if 3 raised to x minus y is 27 and 3 raised to x plus y is 243, then x is equal to 0, 2, 4, 6. The question is 3 raised to x minus y is equal to 27 and 3 raised to x plus y is 243, then x is equal to A0, B2, C4, D6. Let us see the answer. The answer is C, 4. How will you do this? 3 raised to x minus y is 27. 27 is actually 3 cubed. So equative powers x minus y is 3. Equation number 1. 3 raised to x plus y is 243. 243 is 3 raised to 5. Because 3 squared is 9, 3 raised to 4 is 81, 3 raised to 5 is 243. Equative powers x plus y is equal to 5. Equation number 2. Solve equation 1 and 2 to find x. Add 1 and 2. On adding 1 and 2, we get it 2x is 8. X is 4. Why cancel it? Next question. 256 raised to 0.16 into 256 raised to 0.09 is equal to what? A 16, 64, 256.25. 250 raised to 0.16 into 250 raised to 0.09 is question mark 4, 16, 64, 250.25. Answer is A. Answer is A. A is equal to 4. See the method. 250 raised to 0.16 into 250 raised to 0.09 is equal to 250 raised to 0.16 plus 0.09, that is 256 raised to 0.25. 256 raised to 0.25 is 25 by 100, that is 1 by 4. 256 raised to 1 by 4. 256 raised to 1 by 4 is the answer. We have to find the answer as 4. How will you find? 256 1 by 4 is, 256 is 4 raised to 4. 256 is 4 raised to 4. 4 raised to 4, 4 raised to 1 by 4 is equal to 4 raised to 1. That is 4. 4 എന്നോട് എഴുതിയിട്ടില്ല, എഴുതിക്കൊള്ളാം. 256 raised to 1 by 4 എന്ന് പറഞ്ഞാൽ 4 raised to 4 whole raised to 1 by 4 ആണ്. അപ്പോൾ അത് പവർ ചെയ്യുമ്പോൾ m into n, 4 into 1 by 4, 4 raised to 1 is equal to 4 എന്ന് ചേർക്കണം. Next question. The value of 10 raised to 150 by 10 raised to 146. What is it? The value of 10 raised to 150 by 10 raised to 146. It is simply division. 1,000, 10,000, 1 lakh, 100,000 and 10 raised to 6. And this is very easy. The answer is B. B. The answer is B. See the method. 10 raised to 150 by 10 raised to 146 is equal to 10 raised to 150 by 10 raised to 146. That is 10 raised to 4. 10 raised to 4 is 1 followed by 4 zeros. 10,000. Answer is B. That is the 7th question. 7th question answer is 10,000. 10 raised to 4 is 10,000. 10 raised to 4 നേടിക്കഴിഞ്ഞാൽ 1 ശേഷം 4 പൂജ്യം കേട്ടോ, അല്ലാതെ 5 പൂജ്യം അല്ല. ചിലത് 4 പ്ലസ് 1 പൂജ്യം എന്ന് എടുക്കും. അങ്ങനെ എടുക്കരുത്. 10 raised to 4 എന്ന് വെച്ചാൽ 1 ശേഷം 4 പൂജ്യം. 10 raised to 5 1 ശേഷം 5 പൂജ്യം എന്നാണ്. 10 സ്ക്വയർ 100 ആണ്. 1 ശേഷം 2 പൂജ്യമാണ്. ചിലർക്ക് സംശയം വരും. ഇപ്പോൾ 10 raised to 4 ആണെങ്കിൽ ആ 4 പൂജ്യവും പിന്നെ ഈ 10ൻ്റെ പൂജ്യം
അങ്ങനെ വിചാരിക്കരുത്. എത്ര പവർ അത്രയും സീറോസ് മാത്രമേ 1 ശേഷം കാണുകയുള്ളൂ. That is all with our general aptitude 12th session. Thank you very much.